ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എ ഗുഡ് ലേണിംഗ്. സോ റിഡോക്സ് റിയാക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ സ്ഥിരമായിട്ട് എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബാലൻസിങ്. അപ്പോൾ ഇന്ന് നമ്മൾ ബാലൻസിങ് ചെയ്യാൻ പോവാണ്. സോ മക്കൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ബാലൻസ് ദ ഫോളോയിങ് റിഡോക്സ് റിയാക്ഷൻ ഇൻ അസിഡിക് മീഡിയം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻ അസിഡിക് മീഡിയത്തിലായിരിക്കും, അല്ലെങ്കിൽ ബേസിക് മീഡിയത്തിലായിരിക്കും. സോ ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിയാക്ഷൻ അസിഡിക് മീഡിയത്തിലാണ്. അപ്പോൾ ബാലൻസ് ചെയ്യാൻ നമ്മൾക്ക് രണ്ട് മെത്തേഡ് ഉണ്ട് അല്ലെ. രണ്ട് മെത്തേഡ് മക്കൾക്കറിയാം, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും അതേപോലെ ഹാഫ് റിയാക്ഷൻ മെത്തേഡും. സോ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ചിട്ട് ബാലൻസ് ചെയ്യാനാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. വളരെ ഈസിയാണ്, വളരെ കുറച്ച് സ്റ്റെപ്പുകളേ ഉള്ളൂ. മക്കൾ ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ മക്കൾ, ആദ്യം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കെലിറ്റൽ ഇക്വേഷൻ. സോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ആ സ്കെലിറ്റൽ ഇക്വേഷൻ എടുത്തെഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റേജ്. അതേപോലെ എടുത്തെഴുതുക. ഇനി സ്റ്റെപ്പ് നമ്പർ 1 മക്കളെ, ആദ്യത്തെ സ്റ്റെപ്പിൽ, ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ഇവർക്കെല്ലാം ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യണം അല്ലെ. ഇവരുടെ തലയിൽ വരുന്ന ചാർജ് ആണ് ഓക്സിഡേഷൻ നമ്പർ. ശ്രദ്ധിക്കുക, Fe2+. മക്കൾ കണ്ടോ, Fe2+, അതിന്റെ തലയിൽ 2+ ആണ് നമ്മൾ ചാർജ് എഴുതുന്നത്. ഓക്കെ, Fe2+ ആണ്. സോ ആ 2+ തന്നെയാണ് അതിന്റെ ചാർജും ഓക്സിഡേഷൻ നമ്പറും വരിക. Cr2O7 2-. മക്കളെ നോക്കിയോ, Cr2O7 2-. ഇപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് MnO2 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണെന്ന് കരുതുക. ഓക്കെ, MnO2ന്റെ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ് നമ്മൾ അസൈൻ ചെയ്യുക? മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ X എന്ന് എടുക്കുകയാണ്. ഓക്കെ, X എന്ന് എടുത്തു. ആൻഡ് ഓക്സിജൻ്റെ നിങ്ങൾക്ക് അറിയാം, ഓക്സിജൻ്റെ -2 ആണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ എക്സിനെ താഴെ കിടക്കുന്ന നമ്പർ വെച്ച്, താഴെ ഒന്നുമില്ല ഉണ്ടെങ്കിൽ ആ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻഡ് -2നെ താഴെ കിടക്കുന്ന 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ X പ്ലസ് -2 × 2 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 0 ആണല്ലേ. ഇവരുടെ രണ്ടുപേരുടെയും ഓക്സിഡേഷൻ നമ്പറുകളുടെ സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുക മക്കളെ? X അങ്ങനെ എഴുതുന്നു. -2നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ -4 കിട്ടും, which is equal to 0. ആൻഡ് X കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ -4 ഇവിടെ കിടന്നാൽ പറ്റില്ല, ഇങ്ങോട്ടേക്ക് വരണം. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -4 +4 ആയിട്ട് മാറും. സോ ഇവിടെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +4 എന്ന് കിട്ടി. ഇങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ചോദിക്കാറുണ്ട്, KMnO4 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര, അല്ലെങ്കിൽ K2Cr2O7ൽ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്കുള്ളത് Cr2O7 2- അല്ലെ. ഇതിൽ ക്രോമിയത്തിന്റെയും ഓക്സിജന്റെയും ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യാം. അപ്പൊ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ കുഞ്ഞുങ്ങൾക്ക് അറിയാം. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. സോ തലയിൽ ഞാൻ -2 ഇട്ടു. നമുക്കറിയാത്തത് ക്രോമിയ. അപ്പൊ ക്രോമിയത്തിന് നിങ്ങൾ X എന്ന് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ Xനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, -2നെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. Xനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 2 × X അല്ലെ. ആൻഡ് അതിനോട് എന്ത് ആഡ് ചെയ്യണം? -2നെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തത് ആഡ് ചെയ്യണം. രണ്ടും കൂടി സം ചെയ്താൽ കിട്ടുന്നത് 0 അല്ല, ഇതിന്റെ മുഴുവൻ ചാർജ് -2 ആണ്. സോ കിട്ടുന്നത് -2 ആയിരിക്കും. ഓക്കെ അല്ലേ. ആൻഡ് 2നെ X വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 2X കിട്ടും. -2നെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ -14 കിട്ടും അല്ലെ. -14 which is equal to -2 എന്ന് കിട്ടും. മക്കളെ അടുത്ത സ്റ്റെപ്പിൽ 2X കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ -14 ഇവിടെ കിടന്നാൽ പറ്റുമോ? ഇല്ല. -14 ഈസ് ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകണം. സോ ഇറ്റ് ബിക്കംസ് +14. അപ്പോൾ -2 + 14 എന്ന് പറയുന്നത് +12 ആണ്. 2X ഈസ് ഈക്വൽ ടു +12 എന്ന് കിട്ടും. കഴിഞ്ഞില്ല. 2X എന്ന് പറയുന്നത് +12 ആണെങ്കിൽ X എത്രയായിരിക്കും? X എന്ന് പറയുന്നത് 12/2 ആയിരിക്കും, which is equal to +6. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്രോമിയത്തിന്റെ ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ അഥവാ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു +6 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ ഒരുപാട് ടൈം അതിനു വേണ്ടി കൺസ്യൂം ചെയ്യുന്നില്ല. സോ മക്കളെ, ഓക്സിജൻ്റെത് -2 ആണ് ആൻഡ് ക്രോമിയത്തിൻ്റെത് മക്കൾക്ക് +6 എന്ന് കിട്ടി. തീർന്നില്ല. അടുത്തത്, ഇനി നമ്മുടെ ഇക്വേഷന്റെ റൈറ്റ് സൈഡിലേക്ക് വരിക. റൈറ്റ് സൈഡിൽ Fe3+ ഉണ്ട് അല്ലെ. Fe3+ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ +3 തന്നെയാണ്.
നമ്മൾ ഇനി അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. Cr3+, ക്രോമിയം 3+. ക്രോമിയം 3+ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പറും 3+ തന്നെയാണ്. ഇനി മക്കൾ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. സോ നമ്മൾ എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്തു. ഓക്സിഡേഷൻ നമ്പറാണ് യെല്ലോ കളറിൽ മിസ് എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആർക്കാണ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തത്, ആർക്കാണ് ഡിക്രീസ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ, ഓടി വന്ന് നോക്കിയേ, Fe2+ അയണിൻ്റെ ചാർജ് റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ 3+ ആയി. അപ്പോൾ 2+ഉം 3+ഉം 2 ആണോ 3 ആണോ വലുത്? 2 ആണോ 3 ആണോ വലുത്? 3 ആണ് വലുത്. സോ ഓക്സിഡേഷൻ നമ്പർ ഓഫ് Fe increases from +2 to +3. അപ്പോൾ +2ൽ നിന്ന് നിങ്ങളെപ്പോലെ +3 ആയിട്ട് മാറി അല്ലെ, നിങ്ങൾ +1-ലാണല്ലേ. സോ +2ൽ നിന്ന് +3 ആയിട്ട് മാറി. എത്ര ഇൻക്രീസ് ചെയ്തു? ഇൻക്രീസ്ഡ് ബൈ 1 അല്ലേ, 1 ആണ് കൂടിയത്. ജസ്റ്റ് 1 കൂടിയുള്ളൂ. 2 3 ആയിട്ട് മാറി. ഇനി ആരുടെ ഓക്സിഡേഷൻ നമ്പറാണ് ഡിക്രീസ് ചെയ്തത്? കുറഞ്ഞത് ആരുടെയാ? മക്കൾ ശ്രദ്ധിച്ചേ, ക്രോമിയം +6 ആയിരുന്നു. +6 ആയിരുന്ന ക്രോമിയം +3 ആയി. 6ൽ നിന്ന് 3 ആകുക എന്ന് വെച്ചാൽ കുറയുക. 6നേക്കാളും ചെറുതാണ് 3 അല്ലേ. അപ്പം 6 to 3 എന്ന് പറഞ്ഞാൽ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്തു. എത്ര ഡിക്രീസ് ചെയ്തു? എത്ര കുറഞ്ഞു? 3 കുറഞ്ഞു. അപ്പം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ക്രോമിയം 2 എണ്ണം ഉണ്ട്. മക്കളെ, നമ്മൾ തലയിൽ എഴുതുന്നത് ഒരാളുടെ ചാർജാ. ഒരു ക്രോമിയത്തിൻ്റെ ചാർജാണ് മിസ് +6 എന്നിട്ടത്. ഇവിടെ 2 ക്രോമിയം ഉണ്ട്. അപ്പോൾ ഒരാളുടേതാണ് +6ൽ നിന്ന് +3 ആയിട്ട് മാറിയത് അല്ലേ. അപ്പം 2 പേരുണ്ട്. 2 പേരാകുമ്പോൾ ഒരാളുടേത് 3 കുറഞ്ഞാൽ 2 പേരുടേത് 6 കുറയും. സോ ഡിക്രീസ്ഡ് ബൈ ഓർ ഡിക്രീസസ് ബൈ 6 അല്ലെ, 6 ആണ് കുറഞ്ഞത്. ക്ലിയർ ആണോ? ഒരാളുടേത് +6ൽ നിന്ന് +3 ആയി, പക്ഷെ 2 പേരുണ്ട്. സോ +6ൽ നിന്ന് +3 ആയിട്ട് കുറഞ്ഞാലും 6 കുറഞ്ഞതായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ക്ലിയർ അല്ലേ? സോ ഇവിടെ നോക്കുക, അയണിൻ്റെത് 1 ഇൻക്രീസ് ചെയ്തത് ആൻഡ് ക്രോമിയത്തിൻ്റെത് 6 ആണ് കുറഞ്ഞത് അല്ലേ. അപ്പോൾ മക്കൾ ചെയ്യേണ്ടത് ഇവരെ ഈക്വലൈസ് ചെയ്യണം. ഓക്കെ, 6നെയും 1നെയും ഈക്വലൈസ് ചെയ്യണം. അപ്പോൾ 6നെയും 1നെയും ഈക്വലൈസ് ചെയ്യണമെങ്കിൽ 1നെ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ, 1നെ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതേപോലെ 6 ആകുമെന്ന് ചിന്തിക്കണം. 1നെ നമ്മൾ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ, 1നെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതേപോലെ മക്കൾക്ക് 6 കിട്ടും. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ 1നെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എവിടെ മൾട്ടിപ്ലൈ ചെയ്യണം? ഇവിടെ അയണിനാണ് Fe2+, Fe3+ ആയതല്ലേ മക്കളെ. Fe2+ ആണ് Fe3+ ആയത്. അപ്പോൾ ആ ഇക്വേഷനിലാണ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് 6Fe2+ plus Cr2O7 2- gives Fe3+ plus Cr3+. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ നമ്മൾ അയണിനെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി വെറും 3 സ്റ്റെപ്പ് കൂടെ ഉള്ളൂ. വെറും 3 സ്റ്റെപ്പ് കൂടെ ഉള്ളൂ മക്കളെ. ഇതിൽ ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരെയും നിങ്ങൾ ബാലൻസ് ചെയ്യണം. ആരൊക്കെയാ? ഓക്സിജനെയും ഹൈഡ്രജനെയും ഒഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരെയും ബാലൻസ് ചെയ്യണം. അപ്പോൾ ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച് ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്? ക്രോമിയം ഉണ്ട്, അയൺ ഉണ്ട് അല്ലെ. ക്രോമിയം അയണും മാത്രമാണ് ഉള്ളത്. ശ്രദ്ധിക്കുക മക്കളെ, ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 6 Fe2+ ഉള്ളത് അല്ലെ, 6 Fe2+. ആൻഡ് റൈറ്റിലേക്ക് പോയാൽ അപ്പോൾ എത്ര Fe വേണം? ഇപ്പുറത്ത് 6 ആണെങ്കിൽ ഇവിടെയും 6 വേണം. സോ നിങ്ങൾ ഇവിടെ ഒരു 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം ഇവിടെ 6 ആണേ, ഇവിടെ 6 ആണെങ്കിൽ അവിടെ 6 വേണ്ടേ, അതിന് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അടുത്തത്, ഇവിടെ എത്ര ക്രോമിയം ഉണ്ട്? 2 ക്രോമിയം. മക്കളെ, എത്ര ക്രോമിയ? 2 ക്രോമിയാണ്. അപ്പോൾ ഇവിടെയും എത്ര ക്രോമിയം വേണം? നമ്മുടെ ആരോ മാർക്കിൻ്റെ ഈ വാൽ ഭാഗത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 ക്രോമിയം ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലും 2 ക്രോമിയം തന്നെ വേണം. സോ ക്രോമിയം എന്നുള്ളിടത്ത് 2 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് 6Fe2+ plus Cr2O7 2- gives 6Fe3+ plus 2Cr3+. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച് എല്ലാവരെയും നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിച്ചോ. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചോ. ഓക്കെ, അപ്പോൾ 6Fe2+ നമ്മൾ ഇവിടെ 6Fe3+ 2 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2Cr3+. മക്കളെ, ഇനി നമ്മൾ അയോണുകളെ ഈ ചാർജുകളെ, നമ്മുടെ അയോണുകളുടെ ഈ ചാർജുകളെ നമ്മൾ ബാലൻസ് ചെയ്യാൻ പോകും. 2 സ്റ്റെപ്പ് കൂടെ ഉള്ളൂ. 2 സ്റ്റെപ്പ് കൂടെ ഉള്ളൂ. ചാർജുകളുടെ ബാലൻസിങ് ആണ് ഇനി നടക്കേണ്ടത്. അപ്പോൾ ചാർജുകളുടെ ബാലൻസിങ് നടക്കുമ്പോൾ നിങ്ങൾ ഈ ആരോ മാർക്കിനെ 2 ആയിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാം. ആരോ മാർക്കിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുമുള്ള ആളുകളെ നമ്മൾ
നോക്കുകയാണ്. ഓക്കെ, ചാർജുകളെ നോക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സ്പീഷീസ് എന്ന് പറയുന്നത് 6Fe2+. ഒരു Feയുടെ തലയിലുള്ള ചാർജ് 2+ ആ. അങ്ങനെ 6 Fe ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ മൊത്തം ചാർജ് എത്രയായിരിക്കും? ഒരാളുടേത് 2+, ഒരു പേനയുടെ വില 2 ആണ്. 6 പെന്നിൻ്റെ വില കണ്ടുപിടിക്കാൻ 6 × 2 ചെയ്യണം. ഒരു Feയുടെ ചാർജ് 2+, 6 Fe ഉണ്ട്. അപ്പോൾ 6 × 2 ചെയ്താൽ മക്കൾക്ക് എത്ര കിട്ടും? +12 എന്ന് കിട്ടും. 12 ആണ് മൊത്തം ഇവന്റെ ചാർജ്. അടുത്തത് Cr2O7 എത്ര Cr2O7 ഒരു Cr2O7 ഒരു Cr2O7 ചാർജ് -2. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ 2 സ്പീഷീസുകളുണ്ട്. അതിൽ ഒരാളുടെ ചാർജ് എന്ന് പറയുന്നത് +12 ഒരാളുടെ ചാർജ് എന്ന് പറയുന്നത് -2 ആണ്. അത് രണ്ടും കൂടി സം ചെയ്തപ്പോൾ ടോട്ടൽ ചാർജ് 10 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഈസി അല്ലേ? ഓക്കെ, ആൻഡ് ഇനി ഇപ്പുറത്തേക്ക് വരിക മക്കളെ. ഒരു Feയുടെ ചാർജ് 3+, ഒരു Feയുടെ ചാർജ് 3+, അങ്ങനെ 6 Fe ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരാളുടെ ഒരു പെന്നിൻ്റെ വില 3 ആണെങ്കിൽ 6 പെന്നിൻ്റെ വില കണ്ടുപിടിക്കാൻ 6 × 3 ചെയ്യുക. സോ 6 × 3 എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ +18 എന്ന് പറയുന്നതാണ് ഈ സ്പീഷീസിൻ്റെ മൊത്തം ചാർജ്. ഓക്കെ അല്ലേ? ആൻഡ് ക്രോമിയം 3+, ഒരു ക്രോമിയത്തിൻ്റെ ചാർജാണ് 3+. എത്ര ക്രോമിയം ഉണ്ട്? 2 ക്രോമിയം ഉണ്ട്. അപ്പോൾ 2 × 3 2 × 3 6 എന്ന് കിട്ടും ക്രോമിയത്തിൻ്റെ ചാർജ്. ക്ലിയർ ആണല്ലോ മൊത്തം ആ സ്പീഷീസിൻ്റെ ചാർജ്. സോ ഇവിടെ 18 ആൻഡ് ഇവിടെ 6, മൊത്തത്തിൽ 24 ആണ് ഈ ചാർജുകളുടെ സമ്മ്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ 10, ഇവിടെ 24. മക്കളെ ചാർജുകളെ ബാലൻസ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ 24 ആണ്, ഇവിടെയും 24 ആയിരിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ 24 ആണ്, ഇവിടെ 10 ആണ്. ഒന്നെങ്കിൽ മക്കൾക്ക് ഇവിടെയും 10 ആക്കാം, അല്ലെങ്കിൽ മക്കൾക്ക് ഇവിടെ 24 ആക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടതെന്നാണ് അടുത്ത് നമ്മൾ ആലോചിക്കാനായിട്ട് പോകുന്നത്. മക്കളൊന്ന് ആലോചിച്ചോ. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, നമുക്ക് ചാർജുകളെ ബാലൻസ് ചെയ്യാൻ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നെങ്കിൽ H+നെ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ OH- ആഡ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണോ? ചാർജുകളെ ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 ഓപ്ഷൻ ആണുള്ളത്. ഒന്നെങ്കിൽ H+നെ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ OH- ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി എവിടെ H+നെ ആഡ് ചെയ്ത് കൊടുക്കുക എന്ന് ചോദിച്ചാൽ, റിയാക്ഷൻ നടക്കുന്നത് അസിഡിക് മീഡിയത്തിലാണെങ്കിൽ H+നെയും, റിയാക്ഷൻ നടക്കുന്നത് ബേസിക് മീഡിയത്തിലാണെങ്കിൽ OH- ആഡ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ അല്ലേ? റിയാക്ഷൻ നടക്കുന്നത് അസിഡിക് മീഡിയം ആണെങ്കിൽ H+, റിയാക്ഷൻ നടക്കുന്നത് ബേസിക് മീഡിയം ആണെങ്കിൽ OH-. ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തു നോക്കുക മക്കളെ. ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് അസിഡിക് മീഡിയത്തിലാണ്. അപ്പോൾ അസിഡിക് മീഡിയം ആണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണ്? ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് H+ ആണ് കേട്ടോ. ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് H+ ആണ്. സോ എവിടെ H+ ആഡ് ചെയ്ത് കൊടുക്കും? ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കും. എവിടെയാണോ ചാർജ് കുറവ് അവിടെയാണ് H+നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 10 ആണ് ചാർജ്, 24 ആക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. സോ 24 ആക്കാൻ മക്കൾ എന്താ ചെയ്യേണ്ടത്? ഇക്വേഷനിലേക്ക് കുറവുള്ളത് 14 ചാർജ് ആയതുകൊണ്ട് ഇക്വേഷനിലേക്ക് 14 H+നെ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് 6Fe2+ + Cr2O7 കൂടെ 14 H+ കൂടി ആഡ് ചെയ്ത് കൊടുത്ത്. എന്തിനു വേണ്ടിയിട്ടാ? ഇവിടെ ചാർജ് 24, ഇവിടെ 10. 10ൻ്റെ കൂടെ ഒരു 14 കൂടി വന്നാൽ മാത്രമേ ടോട്ടൽ 24 ആവത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 14 H+നെ ആഡ് ചെയ്ത് കൊടുത്തത്. 14 H+നെ ആഡ് ചെയ്ത് കൊടുത്താൽ ഇവിടെ +14 കിട്ടും. ഓക്കെ അല്ലേ? സോ ദ ഇക്വേഷൻ ബിക്കംസ്, ഇക്വേഷൻ എന്തായി? ഈ ഇക്വേഷൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഒരു 14 H+ കൂടി വന്നു. പുതുതായിട്ട് കുറച്ച് ആൾക്കാരും കൂടി വന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? സോ നമ്മൾ അവസാന സ്റ്റെപ്പിലേക്ക് പോവാണ്, നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണ്. ബാലൻസിങ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ പോവാ. അപ്പോൾ ഹൈഡ്രജനെ എങ്ങനെ ബാലൻസ് ചെയ്യും? എവിടെയാണോ ഹൈഡ്രജൻ കുറവുള്ളത് അവിടേക്ക് H2 ആഡ് ചെയ്യുക. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക, എവിടെയാണോ ഹൈഡ്രജൻ കുറവുള്ളത്, ഹൈഡ്രജൻ ഡെഫിഷ്യൻ്റ് ആയിടത്തേക്ക് നിങ്ങൾ H2O-നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഹൈഡ്രജൻ കുറവുള്ളിടത്തേക്ക് H2O-നെ ആഡ് ചെയ്യുക. അപ്പം നോക്കുക, ഈ ഇക്വേഷനിൽ ഇവിടെ Fe2+ ഹൈഡ്രജൻ ഇല്ല, Cr2O7 ഹൈഡ്രജൻ ഇല്ല, 14H+ എന്ന് പറഞ്ഞാൽ 14 ഹൈഡ്രജൻ ഇവിടെയുണ്ട്.
അപ്പോൾ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇടതുവശത്ത് 14 ഹൈഡ്രജൻ. വലത്തോട്ട് പോ മക്കളെ. വലത്തോട്ട് പോയാൽ Fe3+ Cr3+. ഹൈഡ്രജൻ ഇല്ല, ഒരു ഹൈഡ്രജൻ പോലും ഇല്ല. ഹൈഡ്രജന്റെ എണ്ണം 0 ആണ്, 0 ഹൈഡ്രജൻ ആണ്. സോ ഹൈഡ്രജന്റെ എണ്ണം 0 ആണെങ്കിൽ എത്രയാക്കണം? 14 ആക്കണം. 14 ആക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? 14 ആക്കാൻ നിങ്ങൾ എന്താ ഇപ്പം ചെയ്യാൻ പോകുന്നത്? 14 ആക്കാൻ നിങ്ങൾ 14 H2O ആഡ് ചെയ്യോ? ആഡ് ചെയ്യില്ല. കാരണം 14 H2O ആഡ് ചെയ്താൽ 14 × 2 24 ഹൈഡ്രജൻ ആകും മൊത്തം. നമുക്ക് 14 ഹൈഡ്രജൻ മതി. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഹൈഡ്രജൻ ആണോ വേണ്ടത് അതിൻ്റെ പകുതി വാട്ടർ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടത് 14 ഹൈഡ്രജൻ ആണെങ്കിൽ 14ൻ്റെ ഹാഫ് എത്ര? 14ൻ്റെ പകുതി എത്ര? 7 അല്ലേ? അപ്പോൾ 7 H2O നിങ്ങൾ ആഡ് ചെയ്യുക. ക്ലിയർ അല്ലേ? മക്കൾക്ക് വേണ്ടത് 20 ഹൈഡ്രജൻ ആണെങ്കിൽ 10 വാട്ടർ ആഡ് ചെയ്യാം. മക്കൾക്ക് വേണ്ടത് 30 ഹൈഡ്രജൻ ആണെങ്കിൽ 15 H2O ആഡ് ചെയ്യാം. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് വേണ്ട ഹൈഡ്രജൻ്റെ എണ്ണത്തിൻ്റെ നേരെ പകുതി വാട്ടർ ആഡ് ചെയ്യുക. സോ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടി മക്കളെ? നമ്മുടെ ഫൈനൽ ഇക്വേഷനിൽ വരുന്നത് ദാ ഇവിടെ ഒരു 14H+ഉം ഇവിടെ ഒരു 14H+ഉം ഈ ഇക്വേഷൻ്റെ എൻഡിൽ ഒരു 7 H2Oയും കൂടി വന്നാൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടി. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ചോദിക്കും, അയ്യോ മിസ് ഓക്സിജനെ ബാലൻസ് ചെയ്തില്ലല്ലോ. നിങ്ങൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ അവിടെ ഓൾറെഡി ബാലൻസ്ഡ് ആയിരിക്കും. ദാ ഇവിടെ നോക്കിക്കോ, ഇവിടെ 7 ഓക്സിജൻ ആണ് ആകെയുള്ളത്. O7 7 ഓക്സിജൻ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെയോ 7 H2Oയിലെ ഓക്സിജന്റെ എണ്ണം എത്രയാ? 7 ആണ്. അപ്പോൾ ഇവിടെയും 7 ഓക്സിജൻ, ഇവിടെയും 7 ഓക്സിജൻ. മക്കൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ അവിടെ ഓൾറെഡി ബാലൻസ്ഡ് ആയിരിക്കും. അപ്പോൾ ഒന്നുമില്ല, ഒന്ന് സ്കെലിറ്റൽ ഇക്വേഷൻ എടുത്തെഴുതുക, 2 അവർക്ക് ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യുക, ഓക്സിഡേഷൻ നമ്പറുകൾ കാൽക്കുലേറ്റ് ചെയ്യുക. ആർക്കാണ് ഓക്സിഡേഷൻ കൂടിയത്, ആർക്കാണ് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞതെന്ന് നോക്കുക. ഓക്കെ അല്ലേ? എത്ര കൂടി എത്ര കുറഞ്ഞു എന്ന് നോക്കുക, അവരെ തമ്മിൽ ഈക്വലൈസ് ചെയ്യുക. അതനുസരിച്ച് ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച് ബാക്കി എല്ലാവരെയും ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ചാർജുകളുടെ ബാലൻസിങ് ആണ്. 2 സൈഡിലുമുള്ള ചാർജുകളുടെ സം എടുക്കുക. എവിടെയാണോ ചാർജ് കുറവെന്ന് നോക്കുക. അസിഡിക് മീഡിയം ആണെങ്കിൽ H+ ആഡ് ചെയ്യുക, ആൻഡ് ബേസിക് മീഡിയം ആണെങ്കിൽ OH- ആഡ് ചെയ്യുക. ചാർജുകളെ ഈക്വലൈസ് ചെയ്യുക. ചാർജുകളെ ഈക്വലൈസ് ചെയ്താൽ പിന്നെയുള്ളത് ഹൈഡ്രജൻ്റെ ബാലൻസിങ് ആണ്. ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ H2O ആഡ് ചെയ്ത് കൊടുക്കുക. എത്ര ഹൈഡ്രജൻ വേണോ അതിൻ്റെ നേരെ പകുതി H2O ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്സിജൻ ഓൾറെഡി ബാലൻസ്ഡ് ആയിരിക്കും. സോ മറക്കരുത് മക്കളെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ. ഈ ഒരു ചോദ്യം പഠിച്ചാൽ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ പഠിക്കാം. ഒന്ന്, ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും, അവിടെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, 1 മാർക്കിനും 2 മാർക്കിനും ചോദിക്കാറുണ്ട്. 2, ബാലൻസിങ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ചിട്ട് 3 മാർക്സിനാണ് ബാലൻസിങ് ചോദിക്കാറുള്ളത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടിപൊളിയായിട്ട് പഠിച്ച് അടിപൊളിയായി എക്സാം എഴുതുക. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ A+ കിട്ടട്ടെ. നമുക്ക് ഇനിയും പുതിയ വീഡിയോസിലൂടെ കാണാം. ബൈ.